ദ പെറ്റ് ഡിറ്റക്റ്റീവ് ഇന്ന് റിലീസായ മലയാള സിനിമയാണ്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം ലോകയ്ക്കൊക്കെ ശേഷം ഇത്ര ഒരു ഗ്യാപ്പിന് ശേഷം സാമാന്യ ഹൈപ്പിൽ റിലീസാവുന്നൊരു മലയാള സിനിമ ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ജോണർ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. അതായത് ഇല്ലോജിക്കൽ കോമഡി. ഒരു ലോജിക്കും ഇല്ല, നോൺസെൻസ് പരിപാടികളാണ്. എനിക്ക് അങ്ങനത്തെ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. ഓവർ കോമഡി പരിപാടി. ഒരു ആക്ഷൻ പരിപാടി ഇതിനകത്തുണ്ട്. ഒരു ആക്ഷൻ കോമഡി എന്നൊക്കെ വേണം നമുക്ക് പറയാം. ഹൈപ്പർ ലിങ്ക്ഡ് നറേഷനാണ്. ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് സിറ്റുവേഷൻസ്, സപ്ലോട്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ പറയാനാണെങ്കിൽ പ്രനീഷ് വിജയനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഷറഫുദ്ദീനാണ് ഇതിലെ ടൈറ്റിൽ ക്യാരക്ടറായ പെറ്റ് ഡിറ്റക്റ്റീവായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസറും. പ്രൊഡ്യൂസർമാരിൽ ഒരാളെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ തുടങ്ങിയത് ഷറഫുദ്ദീൻ മാത്രമായിരുന്നു പ്രൊഡ്യൂസർ. പിന്നെ ഗോകുലം ഗോപാലൻ ഇതിൻ്റെ ബഡ്ജറ്റ് കയറിപ്പോയപ്പോൾ പുള്ളി സിനിമ ടേക്ക് ഓവർ ചെയ്തു. ഗോകുലം ഗോപാലൻ അതിൽ ഒരു അതിശയമില്ല. കാരണം നമുക്കിത് കാണുമ്പോൾ അറിയാം ഭയങ്കര ബഡ്ജറ്റായിട്ടുണ്ടെന്നുള്ളത്, ഒരുപാട് ബഡ്ജറ്റായിട്ടുണ്ടെന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവരൊക്കെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റുകളാണ്, നമുക്ക് ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുകളാണ്. ഒരു സീനിൽ വരുന്നവരാണെങ്കിൽ പോലും ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. മൊത്തത്തിൽ ഇത് ഗ്രാൻഡ് പരിപാടിയാണ്. ഒരു ഹോളിവുഡ് പരിപാടിയൊക്കെ അവർ പിടിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഗ്രാൻഡാണ്. അതിൻ്റെ കൂടെ തന്നെ ഇത്ര ആർട്ടിസ്റ്റുകൾ, പിന്നെ ലൊക്കേഷൻസ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു ക്യാവോട്ടിക് പരിപാടിയാണ് പടം. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ, പടത്തെപ്പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഓക്കെ, ഒരു ആവറേജ് വാച്ചാണ് മൊത്തത്തിലൊരു ഒരു വെർഡിക്റ്റായിട്ട് പറയാനാണെങ്കിൽ. അതിന് കാരണം തുടങ്ങിയ സിനിമ കറക്റ്റ് 2 മണിക്കൂർ താഴെ ഉള്ളൂ. പാക്ക്ഡ് ആണ്. അതിൽ തന്നെ ആദ്യത്തെ താങ്ക്സ് കാർഡും അങ്ങനത്തെ കുറച്ച് എഴുത്തൊക്കെ നിർത്തി ഒരു 1:50 തീരേണ്ടതാണ്. അത് പെർഫെക്റ്റ് ഡ്യൂറേഷനാണ്. പക്ഷേ നമുക്ക് ആദ്യത്തെ ഒരു 30 മിനിറ്റ് ഇത് അങ്ങോട്ട് പിടി വരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി വരണമെങ്കിൽ തന്നെ നമുക്ക് സമയം എടുക്കും. അതിങ്ങനെ പടപടപടപട എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഈ അരമണിക്കൂർ തീർക്കാൻ പറ്റാത്ത അത്ര ക്യാരക്ടേഴ്സ്, സിറ്റുവേഷൻസും ഉണ്ട്. അപ്പോൾ ഇത്രയും ഇങ്ങനെ കാണിച്ച് പോയിട്ട് നമുക്ക് അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. ഇതെന്താണ് സംഭവം, അല്ല ഇത് ഒരുപാടുണ്ടല്ലോ, ഇവരുടെ കയ്യിൽ നിന്ന് പോയല്ലോ, ആ ഒരു ഫീലായിരുന്നു ആദ്യത്തെ അരമണിക്കൂർ. പക്ഷെ അവിടുന്ന് പിന്നെ അങ്ങോട്ട് ഒരൊറ്റ ഇൻസിഡൻറ്റ് ലോക്ക് ആവുന്നുണ്ട്. ഇതിൻ്റെ ടൈറ്റിൽ കറക്റ്റ് വരുന്ന ഒരു അരമണിക്കൂറാണ്. അവിടുന്ന് പിന്നെ ഈ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന സാധനം ഷറഫുദ്ദീൻ ആയതിനു ശേഷം ഒരു ആക്ട് ഉണ്ട്, ഇൻ്റർവെൽ വരെ. അത് സൂപ്പറാണ്. പ്രത്യേകിച്ച് ഇൻ്റർവെൽ സീൻ ഭയങ്കര ഹിലാരിയസ് ആയിരുന്നു. നമ്മൾ ചിരിച്ചൂപ്പാട് വരുന്ന പോലത്തെ ഒരു പരിപാടിയായിരുന്നു. ഭയങ്കര കോമഡി ആയിരുന്നു. ആ ഇൻ്റർവെൽ സീനൊക്കെ തിയേറ്റർ ഫുള്ള് ചിരിയായിരുന്നു. ആ ഒരു ഏരിയ കോമഡി മൊത്തം വർക്കൗട്ടായി. പക്ഷേ ഇതിൻ്റെ മൊത്തത്തിൽ പ്രശ്നം ഇതിൻ്റെ എഴുത്താണ്. എഴുത്ത് ഭയങ്കര പ്ലെയിനാണ്. അതിന് കാരണം ഇവർക്ക് ഉദ്ദേശമുണ്ട് ഇതൊരു ഹൈപ്പർ ലിങ്ക്ഡ് ആക്കണം, ഇത്രയും പേരെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ടെൻഷൻ സാധനം, വെട്ടാവൊക്കെ പോലത്തെ ഒരു പരിപാടി ആക്കണം എന്നൊരു ഉദ്ദേശമുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട്, ആ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പണിയെടുത്തില്ല എന്ന് തോന്നി. കാരണം ഇവർക്കറിയാം ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇത്രയും ഇതാകും. അപ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ചുമ്മാ കുത്തിക്കയറ്റുന്ന കുറേ ക്യാരക്ടേഴ്സും കുറേ സിറ്റുവേഷൻസും ആയി ഓവറാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഓവർ ടെൻഷന് പകരം ഈ പടം മൊത്തത്തിൽ ഒരു ഓവറായിട്ടുള്ളൊരു ഫീലാണ് വന്നത്. അതൊക്കെ എഴുത്തിലെ പ്രശ്നമാണ്. പിന്നെ അതുപോലെ പറയാനാണെങ്കിൽ ഈ ഒരുപാട് ക്യാരക്ടേഴ്സ്, ഒരുപാട് സപ്ലോട്ടും വന്നുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ. എനിക്കിപ്പോൾ ഉറപ്പാണ് ഒരു ഫാമിലി ഓഡിയൻസ് ഒക്കെ പോയാൽ അവർക്കൊന്നും മനസ്സിലാവത്തില്ല. ഇത് എന്താണ് സംഭവം എന്ന് ചിന്തിക്കും. പിന്നെ കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് വേണ്ടിയുള്ള പടമാണ്. പക്ഷേ അതായത് ഇത് 100% ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കായിരിക്കും. പക്ഷേ അവർ ഫണ്ണാണ് ഇഷ്ടപ്പെടുന്നത്. ഇതിലൊരു മൊത്തത്തിൽ ചോദിക്കുമ്പോൾ അവർക്ക് ഇതിലകത്തെ സംശയങ്ങൾ അവർക്ക് ഒരുപാട് ഇങ്ങോട്ട് നമ്മോട് ചോദിക്കാൻ കാണും. അപ്പോൾ ഒരു ക്ലാരിറ്റി കുറവ് മൊത്തത്തിൽ റൈറ്റിങ്ങിലുണ്ട്. പിന്നെ കോമഡി ആണെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഇൻ്റർവെൽ ഏരിയ സൂപ്പറായിരുന്നു. അതുവരെ ആദ്യത്തെ ഒരു മണിക്കൂറായിരുന്നു ഫസ്റ്റ് ഹാഫ്. ആ ഇൻ്റർവെല്ലിൽ ഒരു അരമണിക്കൂർ സൂപ്പർ, ആദ്യത്തെ ഒരു അരമണിക്കൂർ വൻ മോശം. ഇവർ പല കോമഡികളും പറയുന്നത് നമുക്ക് ചളി, എന്ത് ചളിയാണെന്നൊരു ഫീൽ. ഇപ്പോൾ വിനയ് ഫോർട്ട്, ഷറഫുദ്ദീൻ, ജോമോൻ ജ്യോതിർ. ഷറഫുദ്ദീൻ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കോമഡി വർക്കായിട്ടുള്ളത് ഷറഫുദ്ദീൻ്റെ തന്നെയാണ്. പുള്ളിയാണ് നായകൻ. പക്ഷെ അതുകൊണ്ട് മാത്രം പറയുമല്ല, അത് ഈസി ആയിട്ട് ചെയ്തിട്ടുള്ളത് ഷറഫുദ്ദീനാണ്. വിനയ് ഫോർട്ട് ഒരു 50-50, ഓടുംകുതിരയിലെ പോലെ ഓടുംകുതിരയിൽ ഒന്നിനും കൊള്ളാത്ത പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടെ. പക്ഷെ ഇതിൽ പുള്ളി പണ്ട് നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു മീറ്ററും ഉണ്ട്. എന്നാൽ അതേസമയം ഓടുംകുതിരയിലെ പോലെ പാളിപ്പോയ സാധനങ്ങളുണ്ട്. ജോമോൻ ജ്യോതിറിൻ്റെ മിക്ക കോമഡി എനിക്കിതിൽ വർക്കായില്ല. പുള്ളിയുടെ ക്യാരക്ടറിനൊക്കെ യൂസ് ചെയ്തില്ല. അത് ചുമ്മാ ഒരു ക്യാരക്ടർ, അതായത് നായകൻ്റെ കൂടെ കോമഡി ചെയ്യാൻ ഒരു ക്യാരക്ടർ കാണുമല്ലോ, ഇതിൽ അതിൻ്റെ ആവശ്യമില്ല. ഷറഫുദ്ദീൻ തന്നെ കോമഡി പരിപാടിയാണ്. അപ്പോൾ ചുമ്മാ കുത്തിക്കയറ്റൊരു ക്യാരക്ടറായിട്ടാണ് തോന്നിയത്. പിന്നെ ഷറഫുദ്ദീൻ കഴിഞ്ഞാൽ കോമഡി ഈസി ചെയ്ത് തോന്നിയത് വിനായകനാണ്. കുറച്ചുള്ളെങ്കിൽ പോലും വിനായകൻ ഡ്യൂഡിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അത് ഭയങ്കര രസമുണ്ട്. പിന്നെ രഞ്ജീവ് പടിക്കറിൻ്റെ കോമഡി, പിന്നെ അതുപോലെ തന്നെ വേറെ കുറേ ആൾക്കാർ വരുന്നുണ്ട് ഓരോ സീനിലും. എനിക്കത് ഭയങ്കര ഓവറായിട്ട് തോന്നിയത്. പിന്നെ വിജയരാഘവൻ കോമഡി അല്ലെങ്കിൽ പോലും, അതായത് പുള്ളി ഒരു ഓവർ കോമഡി ചെയ്യുന്നില്ല, നമുക്ക് ചിരി വരും, പക്ഷേ പുള്ളി ഓവറായിട്ട് ചെയ്യുന്നില്ല. അത് പുള്ളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, നീറ്റായിട്ട്. അറിയാം, ലെജൻഡാണ്. പിന്നെ അനുപമ പക്ക മിസ്കാസ്റ്റാണ്. ഇവരുടെ ഒരു പ്രേമ ടീം ആയതുകൊണ്ട് മാത്രം വന്നാവാനാണ് ചാൻസ്.
ഒരിതുമില്ല. ഒരു പുതിയ നായികയെ വെച്ച് ചെയ്യാവുന്ന പരിപാടിയേ ഉള്ളൂ. ആ നായിക കാരണം ഒരു പടത്തിൽ ഒരു ഇതും ഒരു മാറ്റവും സംഭവിക്കാനോ ഒന്നുമില്ല. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞത് അത് സോറി, റൈറ്റിങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ ഈ ആക്ടേഴ്സിൻ്റെയും ഓരോ പെർഫോമൻസിനെ പറ്റി കയറിപ്പോയതാണ്. ഇതിൽ ഫസ്റ്റ് ഹാഫിൽ ആദ്യത്തെ 1.5 മണിക്കൂർ മിക്ക കോണിയും വർക്കായിട്ടില്ല. സെക്കൻഡ് ഹാഫിൽ പിന്നെ ആ ഇൻ്റർവൽ ഏരിയ കൊള്ളാം. സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോഴത്തേക്ക് എഗെയിൻ ഒരു കറക്റ്റ് അല്ല കോമഡി വർക്കായി മീറ്റർ നോക്കുകയാണെങ്കിൽ 50-50. 50% കോമഡി ചിരിച്ചു നന്നായിട്ട്, ബാക്കി 50% ചളി എന്തോ ഓവറാണെന്നൊരു ഫീലാണ്. പിന്നെ ക്ലൈമാക്സ് മൊത്തം ഒരു 10-20 മിനിറ്റ് ഒരു വണ്ടർല പരിപാടിയുണ്ട്. അതിൽ ചില ആക്റ്റൊക്കെ കൊള്ളാം, ചിലത് ഭയങ്കര ഓവറുമായിരുന്നു. പക്ഷെ മൊത്തം അങ്ങ് തീർന്നു കഴിയുമ്പോൾ നമുക്കൊരു ഒരു സുഖമില്ല. ആ ഒരു പരിപാടിയില്ലേ, ആ ഒരു സാധനം കിട്ടുന്നത്. ഇതേ മീറ്റർ വന്ന പടമാണ് സാഹസം. കറക്റ്റ് സെയിം എക്സാക്റ്റ് മീറ്ററാണ്. സാഹസത്തെക്കാൾ ഒരുപടി മുകളിൽ തന്നെയാണ് പെഡ് ഡിറ്റക്റ്റീവ്. പക്ഷേ എങ്കിൽ പോലും പല പ്രശ്നങ്ങളും ഉണ്ട്. ഒരുപാട് നന്നാക്കായിരുന്നു, റൈറ്റിങ്ങിലൊക്കെ ഒരുപാട് ശരിയാക്കായിരുന്നു. അങ്ങനെ ആകത്തൊക്കെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞ പോലെ തന്നെ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പടമാണ്. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് ഫാമിലിയായിട്ട് പോയാൽ അവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം വരുമെങ്കിൽ അങ്ങനെ ഒന്ന് കാണാം. അല്ലെങ്കിൽ OTT ഒക്കെ വന്നു കഴിയുമ്പോൾ കാണാനുള്ളതേ ഉള്ളൂ. അവർ മാരക എഫേർട്ട് എടുത്തിട്ടുണ്ട് പടത്തിൽ. അത് ഭയങ്കര വിസിബിളാണ്. ടെക്നിക്കലി കിഡുമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ എഡിറ്റിംഗ് പാറ്റേണും വിഷ്വൽസുമാണ്. ഗ്രേഡിങ് അത്ര സുഖം തോന്നിയില്ല. ഒരു വെറൈറ്റി ഉണ്ട്, പക്ഷേ അത്ര ഇത് തോന്നിയില്ല. പക്ഷേ വിഷ്വലിനെ ഞാൻ പറഞ്ഞത് ഗ്രേഡ് കഴിയുമ്പോഴത്തെ വിഷ്വലല്ല, അല്ലാതെ ഇതിനൊരു ഡയറക്ഷൻ ഓഫ് ഫോട്ടോഗ്രാഫി ഉണ്ടല്ലോ, ആ ഡയറക്ഷൻ കൊള്ളാം. നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും അവരൊരു ഉദ്ദേശം. അതുകൊണ്ടാണ് ആ എഡിറ്റിങ്ങിൽ ആ ഭംഗി വന്നിട്ടുള്ളത്. മ്യൂസിക് ഓക്കെ, ചിലത് കൊള്ളാം, ചിലത് രാജേഷ് മുരുകേശൻ തന്നെയാണ്, ചിലത് കറക്റ്റ് വടക്കളം പടക്കളത്തിലെ BGM ആണ് ചിലയിടത്ത് കറക്റ്റ്. ബിഗിലിൻ്റെ ഒക്കെ BGM പല സ്ഥലത്തും ഇതിൽ കയറി വരുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പക്ഷേ ടെക്നിക്കലി ഒരു പണിയെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ആദ്യം, ഇത് ഷറഫുദ്ദീൻ്റെ ഈ നിൽക്കാതെ പോയതിൻ്റെ വിസിബിളാണ്. നമുക്ക് കാണുമ്പോൾ അത്രയും പൈസ അവർ മുടക്കിയിട്ടുണ്ടെന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ സ്ക്രിപ്റ്റിൽ അതിൻ്റെ ഒരു പകുതി പണി സ്ക്രിപ്റ്റിൽ എടുത്താൽ മതിയായിരുന്നു. ഫുള്ള് അത്രയും തന്നെ എടുക്കണമെന്നില്ല, പകുതി ഉണ്ടെങ്കിൽ തന്നെ സെറ്റായേനെ. കാരണം മേക്കിങ്ങിൽ അത്രയും കിടിലം വർക്കാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആകത്തൊക്കെ എനിക്കൊരു പക്ക ആവറേജ് 1 ടൈം വാച്ച് സിനിമയായിട്ടാണ് പെഡ് ഡിറ്റക്റ്റീവ് തോന്നിയത്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 2.5 ഔട്ട് ഓഫ് 5 ആണ്.